ദീൻ. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ പ്രവർത്തിക്കുക, അത് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക, അത് വിശുദ്ധ ദീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, നല്ല നീയത്തോടു കൂടി പ്രവർത്തിക്കുക. അതിനെതിരിൽ എപ്പോഴും ഫിത്തനകളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സ്വഭാവം? അങ്ങനെയല്ലേ? അത് ഫിത്തന പല ജാതി ഫിത്തനത്തൊക്കെ മൗജിൽ ബഹർ എന്ന് പറഞ്ഞില്ലേ, സമുദ്ര തിരമാലകൾ അലടിച്ച് ആർത്ത് രമ്പി വരണത് പോലെ ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് ഫിത്തനകൾ ഉണ്ടായിത്തീരും. ഫിത്തനത്തുൽ അഹ്ലാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഒരു കാലത്തും വിട്ടു വിരിയാത്തതായ ഫിത്തനകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണത്. അതുകൊണ്ട് നമ്മളൊന്നും നമുക്കുള്ള ഊർജ്ജം നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ആവേശം നഷ്ടപ്പെടാൻ പാടില്ല. ശക്തമായ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനെതിരിൽ വരുന്നതായ എന്ത് വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തുരപ്പം പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതായ അവജ്ഞയോടുകൂടി നമ്മൾ തള്ളിക്കളയണം. ആ നിലക്ക് ഇതാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട്. നാട്ടിലുള്ള ആ കുട്ടികളെ നമ്മൾ അവർക്കുള്ളതായ പഠനത്ത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടവരാണ്. അതിനാണ് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അത് മദ്രസയിൽ പ്രത്യേകിച്ച് SKSFൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ എന്തോ ഒരു മദ്രസ മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു സർക്കുലർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുമ്പോൾ SKSFൻ്റെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കണത് ആ കാര്യം. അതിൽ സുന്നികളല്ലാത്തവർ കടന്നുവിടാൻ പാടില്ല. പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി ഓൻ ആദ്യം സുന്നിയാണ് നയിക്കാറ്, പിന്നെ ഓനിപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി അതിൻ്റെ ശേഷം ഓൻ സുന്നിയത്തിന് പോയിട്ടുണ്ടാവും. അതിനൊന്നും കയറ്റിക്കൂട്ടാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ SKSFൻ്റെ കുട്ടികളും മറ്റുള്ള നമ്മളെ പോഷക ഇതൊക്കെയാണ് നിങ്ങളെ പണി. അതൊക്കെ ശ്രദ്ധിക്കലാണ് നിങ്ങളെ പണി. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ശക്തമായ നിലക്ക് സമസ്തക്ക് പിന്തുണ നൽകുന്നതായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതാണ് മദ്രസയിൽ രൂപീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതല്ലാത്ത നിലക്ക് വല്ല പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടറിയണം, അവിടെ നിങ്ങൾ ഇടപെടുകയും വേണമെന്ന് ഇവിടെ കൂടിയതായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പോഷക സംഘടനയുടെ എല്ലാ നേതാക്കന്മാരോടും പ്രവർത്തകരോടൊക്കെ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ് ഞാൻ.